പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ശനിയാഴ്ച ഫെബ്രുവരി 22 നമുക്ക് അനുഗ്രഹത്തിന്റെ വാതിൽ അമ്മയോടൊപ്പം തുറക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ മക്കളെ, നമുക്ക് അനുദിന അനുഗ്രഹ പ്രാർത്ഥന പ്രവേശിക്കാം. കർത്താവേ, പരീക്ഷ കുഞ്ഞുങ്ങളെ ഞങ്ങൾ വീണ്ടും ഓർക്കുകയാണ്. പരീക്ഷ തീരണ വരെ ഇനി +2 പരീക്ഷ വരുന്നുണ്ട്, SSLC പരീക്ഷ ഉണ്ട്, ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ എല്ലാവരെയും നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നു. പരീക്ഷ ഉള്ളവർ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് അമ്മയുടെ അടുത്ത് വന്ന് അപ്പൻ്റെ അടുത്ത് വന്ന് നിൽക്കുക. അവരെ തൊട്ടുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കട്ടെ, വിശ്വപ്രമാണം ചൊല്ലട്ടെ. അപ്പൻ അവരെ ആശംസിച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുക, അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഇതൊരു നല്ല ദിവസമാണ്. കർത്താവേ, ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും മക്കൾക്ക് അവകാശമാക്കാൻ നിൻ്റെ അഭിഷേകം ഓരോ പ്രഭാതത്തിലും പുതിയ അഭിഷേകം, പുതിയ ദൈവാനുഭവം അവർക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിഷയങ്ങൾ പഠിക്കുന്നതിനോട് കൂടുതൽ ലഘുവാകണം കർത്താവേ. എൻ്റെ ഭാരം ലഘുവാണെന്ന് നീ പറഞ്ഞതിൽ അഭിഷേകം കിട്ടിയ പഠനത്തിന് വേണ്ടി അഭിഷേകം കിട്ടിയാൽ എല്ലാ പാഠഭാഗങ്ങളും അവർക്ക് ലഘുവാകും ഈശോയെ. അതുകൊണ്ട് അവർ ഉറക്കമില്ലാതെ ഉറങ്ങുകയോ പഠിച്ചും അടുത്തിട്ട് തലയിൽ കയറാതിരിക്കുന്ന പേര് ടയേർഡായിട്ട് ഉറങ്ങുന്നവരുണ്ട്. അവരെല്ലാം കർത്താവ് വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ എല്ലാ അവശതകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ചിന്തകളെ ഭരിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കടകമ്പോളങ്ങൾ നടത്തുന്നവരുണ്ട്. കുടുംബത്തിലെ
കുഞ്ഞുങ്ങളെക്കുറിച്ച് ഇതൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ജയിച്ചു വന്നാൽ ഇവിടെ പഠിപ്പിക്കുമെന്ന് ഓർത്തിട്ട് മാതാപിതാക്കന്മാരെ വെമ്പുന്നവരുണ്ട്. ഏത് മാർഗം അന്വേഷിക്കും, കുഞ്ഞുങ്ങളുടെ പഠനം അടഞ്ഞു പോകുമെന്നൊക്കെ പാവപ്പെട്ടവർ വിഷമിക്കുന്നവരുണ്ട്. സമൂഹത്തിൽ ഇടനിലക്കാരായിട്ടുള്ളവരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. അവർക്ക് ഒരു തരത്തിലുള്ള ഒരു സഹായം ഒരിടത്തും ഇല്ലാത്ത മനുഷ്യരുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോയെ, ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഉപരിപഠനത്തിന് വിടാൻ ആവശ്യമായ അവരുടെ അവരുടെ അഭിരുചി അനുസരിച്ച് അവർ പഠിച്ച് മുന്നേറി സ്വന്തം കാലിൽ നിൽക്കാനുള്ള കൃപ അവർക്ക് ലഭിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ഇപ്പം തന്നെ കർത്താവെ ഞാൻ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കുന്ന കാലമാണ് ഈശോയെ. നോൻപ് തുടങ്ങിയാൽ പിന്നെ വിവാഹമില്ല. വിവാഹത്തിൻ്റെ അവസാന ദിവസങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ കടങ്ങളിലൂടെ വിവാഹം നടത്തുന്നവരുണ്ട്, വലിയ സംഘർഷങ്ങളുടെ വിവാഹം നടത്തുന്നവരുണ്ട്. പലതല വിവാഹത്തിൻ്റെ പേരിൽ ഒത്തിരിയേറെ ദൈവത്തെ മാറ്റി നിറച്ച് സന്തോഷിച്ച് ഉല്ലസിച്ച് നടക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ മനുഷ്യരെയും അങ്ങയുടെ തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, നോൻപ് വരെയുള്ള നടക്കുന്ന എല്ലാ അടിയന്തരങ്ങളെയും ഞങ്ങളുടെ തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ. നോൻപിനോട് ഉൾക്കൊള്ളുവാനും അതിനുവേണ്ടി ഇപ്പം തന്നെ ഒരുങ്ങുവാനും അങ്ങയുടെ മക്കൾക്ക് അനുഗ്രഹം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഫെബ്രുവരി മാർച്ച് 2, മാർച്ച് 3, 5 ഒക്കെ ആയിട്ടാണ് കർത്താവ് നോൻപുകൾ സഭകൾ ആരംഭിക്കുന്നത്. അവിടെയെല്ലാം കർത്താവ് നിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കാനുള്ള ആയിരങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈശോയെ. അവരെല്ലാം അങ്ങ് പാകതയോടെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ തേടുന്ന കാലമാണ് നോൻപ് കാലം ഈശോയെ. അതെല്ലാം അനുസ്മരിച്ചുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ നോൻപിന് മുമ്പുള്ള എല്ലാ ദിവസങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ മക്കള് പല കുടുംബങ്ങളും പണ്ട് ഭയങ്കര വിശുദ്ധിയോടും ഭയങ്കര പ്രാർത്ഥനയുന്ന കുടുംബങ്ങൾക്ക് ഇന്ന് പ്രാർത്ഥിക്കാൻ പോലും ആരുമില്ലാത്ത അനാഥമായി കുടുംബം പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥകളുണ്ട്. കേരളത്തിൽ 10,000-കണക്കിന് കുടുംബങ്ങൾ പൂട്ടിയിട്ടിരിക്കുന്ന ഈശോയെ. അതൊക്കെ വിറ്റുമാറ്റി കർത്താവെ, അവിടെയെല്ലാം അങ്ങേ വെച്ച് ആരാധിച്ചിരുന്ന കുടുംബങ്ങൾ പോലും കർത്താവ് അന്യാധീനപ്പെട്ടു പോകാൻ പോകുന്ന കാഴ്ചയാണ് ഈശോയെ, ദുരന്ത കാഴ്ച. അതെല്ലാം കർത്താവ് ആ മേഖലയിൽ ആ വീട് വിട്ടുപോയവർക്ക് വിദേശത്തും വീടില്ലാതെ ഇരിക്കുന്ന അവസ്ഥയുമുണ്ട് കർത്താവ്. ആ വീടിനെ അവർക്ക് പണം ചിലവാക്കാനും അവർക്ക് ലോൺ സാങ്ഷനാകാത്ത അവസ്ഥയുണ്ട്. ലോൺ എടുത്തിട്ട് അവിടെയും കടം ഇവിടെയും കടമായിട്ട് ജീവിക്കുന്നുണ്ട് ഈശോയെ. ഇങ്ങനെ എന്തെല്ലാം പുതിയ കാലത്ത് പുതിയ സങ്കടങ്ങളെ കർത്താവെ അങ്ങയുടെ തിരുസന്നിധി കണ്ണീരോടെ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പരിശുദ്ധ അമ്മ കൃപാസന ആൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ, ഓരോ സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, എല്ലായിടത്തും കടന്നു ചെന്നുകൊണ്ട് എല്ലാവരും സന്ധിക്കാൻ ഈ ദിവസം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ശനിയാഴ്ച അമ്മയുടെ ദിവസം, അനുഗ്രഹത്തിൻ്റെ ദിവസം നിങ്ങൾക്ക് അവകാശമാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മക്കളെ, നമ്മളെ ഇന്ന് വായിക്കേണ്ടതേ സങ്കീർത്തനം 30:7 ഒന്ന് വായിച്ചേ. അങ്ങ് മുഖം മറച്ചപ്പോൾ. ദൈവത്തിന് അങ്ങനെയൊക്കെ ചില വിഷയങ്ങളുണ്ട് കണ്ട. അങ്ങ് മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി. അതെ, ചില സമയത്ത് നമുക്ക് പ്രസൻസ് ദൈവത്തിൻ്റെ സാന്നിധ്യം ആബ്സെൻ്റായിട്ട് ഫീൽ ചെയ്യും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിട്ടാതിരിക്കും. ഭയങ്കര നിർണായക നിമിഷങ്ങളൊക്കെ നമുക്ക് ഒരു ദൈവീയ വെളിച്ചം കിട്ടാത്ത സമയങ്ങൾ ഉണ്ടാവും. അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ സുഭാഷിതം 1:20 വായിച്ചേ. അപ്പോൾ അവർ എന്നെ വിളിക്കും. അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ വിളി കേൾക്കുകയില്ല. ഞാൻ മൈൻഡ് ചെയ്യത്തില്ലെന്ന്, ഞാൻ വിളി കേൾക്കുകയില്ല. ജാഗരൂകതയോടെ എന്നെ അന്വേഷിക്കും. ജാഗ്രതയോടെ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നെഗറ്റീവ്സ് ഒത്തിരി ഉണ്ട്. പ്രാർത്ഥനയിൽ ഒത്തിരി റിജക്ഷൻ റേറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ പറയാം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞ കേട്ടോ, നിങ്ങൾ വേറെ ഒന്നും ധരിക്കരുത്. ഇത് പള്ളിപ്രസംഗമൊന്നുമല്ലേ, കാഷ്വൽ ടോക്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ. അതായത് നമ്മളെ ചില സ്ഥലത്തൊക്കെ വിടുമ്പോൾ അവർ പറയരുത്, അയ്യോ ആ രാജ്യത്ത് പോകാൻ പറ്റിയില്ല, അവിടെ എന്താണ് അവിടെ ഭയങ്കര റിജക്ഷൻ, വിസയ്ക്ക് ഭയങ്കര റിജക്ഷൻ റേറ്റാണെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിജക്ഷൻ്റെ കൂടുതലാണെന്നാണ് പറയണത്. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ പ്രാർത്ഥനയ്ക്ക് ഈ സംഭവം വരും. അതായത് പ്രാർത്ഥനയ്ക്ക് റിജക്ഷൻ റേറ്റ് കൂടും. അത് പ്രാർത്ഥനയുടെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ. ശബ്ദം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. നാക്കിങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്യണം. പിന്നെ ശബ്ദമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ല വേറെ എന്താ. ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. വിശ്വാസമാണ്
വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഇപ്പം നിങ്ങൾ പറയും വിശ്വാസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വിശ്വാസം എന്ന് പറഞ്ഞാൽ കർത്താവ് ഏക്കണ്ടേ. ഒരുമാതിരിപ്പെട്ട ഈ വിശ്വാസമൊക്കെ എടുക്കാത്ത നാണയം പോലെ. അതെന്താ കാര്യം എന്ന് വെച്ചാൽ അതെന്താ കാര്യം? അതായത് ഇപ്പോൾ ഇന്നലത്തെ നമ്മൾ വായിച്ചില്ലേ 15:22 മത്തായിയുടെ സുവിശേഷം എന്താ പറയണത്? ഓ വുമൺ, യുവർ ഫെയ്ത്ത് ഈസ് സോ ഗ്രേറ്റ്. അപ്പോൾ ആദ്യം റിജക്ഷൻ അല്ലായിരുന്നു അത്, ആ മിണ്ടിയില്ലല്ലോ. 15:22 മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് മിണ്ടിയില്ലെന്നല്ലേ പറയണത്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്ന ആ വിഷയം റിജക്ഷനാണത്. എന്താ കാര്യം? ഫെയ്ത്ത് ഗ്രേറ്റ് അല്ലാത്തത് കൊണ്ടാണ്. ഇപ്പം ഒരുമാതിരിപ്പെട്ടെങ്കിൽ അലങ്കോലപ്പെട്ട വിശ്വാസമില്ലേ, അതും ശരി ഇതും ശരി എന്നൊക്കെ പറഞ്ഞുള്ള വിശ്വാസം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അസുഖക്കാരുടെ എണ്ണം കൂടുതലാണ് ഇപ്പം. അതും ശരി ഇതും ശരി. അപ്പോൾ അവർക്ക് ഒരു ഗിപ്പില്ല ദൈവത്തിലെ. അപ്പം അതുകൊണ്ട് തന്നെ റിജക്ഷൻ റേറ്റ് കൂടും. പക്ഷെ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം റിജക്ഷൻ റേറ്റ് കുറവാണ്. ഉടമ്പടി വൃത്തിമേനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ കാര്യത്തിൽ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ്. അതാ ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രാർത്ഥന മാത്രമല്ലേ ഉള്ളത്, പിന്നെ എന്താണ് അതിൻ്റെ അകത്ത് അവൻ പറയണ പോലെ ചെയ്യല്ലേ. ചൊല്ലുക മാത്രമല്ല, ചെയ്യണമല്ലോ. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നുണ്ട്, വിശ്വാസം പ്രയോഗിക്കുന്നുണ്ട്, വിശ്വാസം പ്രാർത്ഥനയായിട്ട് ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിജക്ഷൻ റേറ്റ് കുറവാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനയ്ക്ക് ചിലർ പറയല്ലേ ഇൻഷുറൻസ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ചില വിഷയത്തിൽ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊരു വീഡിയോ കണ്ടപ്പോഴേ അതിൻ്റെ അകത്ത് അജിയോപ്ലാസ്റ്റോ അല്ലെങ്കിൽ സ്റ്റെൻഡ് ഇടുന്ന ഹൃദയത്തിന്, അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻഷുർ ചെയ്യുന്നവരുണ്ട്. സർക്കാർ ആശുപത്രിയൊക്കെ ഇൻഷുർ ചെയ്യുന്നതാണ് പറയണത്. ചില ആശുപത്രി ഇൻഷുർ ചെയ്യത്തില്ല, പുറത്തുള്ള ആശുപത്രികളിലൊക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ അപ്പോൾ നമുക്ക് അതിൻ്റെ കേടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിനെ പൈസ മുടക്കേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ ഇൻഷുർ ഒരു വിഷയമാണ്. ഈ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം വിഷയം, ഉടമ്പടി നമ്മൾ കറക്റ്റായിട്ട് അവൻ പറയണ പോലെ ചെയ്തു കഴിഞ്ഞാൽ അത് കാര്യം ബൈബിളിനെ തന്നെ വിളിക്കണത് ഉടമ്പടി ബുക്ക് എന്നല്ലേ വിളിക്കണത്, ബൈബിളിനെ തന്നെ വിളിക്കണത്. അപ്പം ദൈവം സത്യസന്ധനായിരുന്നാലും ഇപ്പോൾ ഒരു വചനമില്ലേ, എന്താണ് 2 തിമോത്തി 2:13 വചനമുണ്ട്. അതായത് നമ്മൾ അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും എന്ന് വായിച്ചത്. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കാൻ അവന് സാധ്യമല്ല. അതാണ്. അതായത് ഉടമ്പടി അല്പം നമ്മൾ ഉഴപ്പിപ്പോയാലേ ദാറ്റ് ഈസ് ഇൻഷ്വേർഡ്. അതെന്താ കാര്യം എന്ന് വെച്ചാല് നമ്മുടെ അവിശ്വസ്തതയിലല്ല അത് റിലേ ചെയ്യണത്, ദൈവത്തിൻ്റെ വിശ്വാസ്യതയിലാണ്. കാര്യം തന്നെ നിഷേധിക്കാൻ അവന് കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധാരണ പ്രെയറിന് റിജക്ഷൻ റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അതിന് ഗ്രൗണ്ട് ഈശ്വരല്ല. മറ്റത് ഉടമ്പടിയാണ്. ഞാൻ ഉടമ്പടി പ്രകാരം ജീവിക്കാമെന്ന് പറയുകയാണ്. അവൻ പറയണ പോലെ ചെയ്തോളാമെന്ന് പറഞ്ഞല്ലേ നമ്മൾ കൃപാസനത്തിൽ ഉടമ്പടി ചെയ്യണത്. അവൻ പറയണ പോലെ, അമ്മ അതല്ലേ പറഞ്ഞത്, അവൻ പറയണ പോലെ ചെയ്യുക. അവൻ പറയണ പോലെ ചെയ്യണ ആ ഒരു പ്രത്യേക ഒക്കേഷന് വേണ്ടി ഉള്ളതല്ലല്ലോ. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോയി എന്നിൽ നിറവേറട്ടെ എന്നുള്ള മരിയൻ സ്പിരിച്വാലിറ്റിയുടെ ആ ബേസിലാണ് അമ്മ സംസാരിക്കുന്നത്. അമ്മ ആദ്യമേ ഇതിനേക്ക് മുമ്പും പറഞ്ഞിരിക്കണത് ഇത് തന്നെയാണ് പറഞ്ഞത്, അല്ല മാറ്റി പറഞ്ഞിട്ടില്ല. ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറയും. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അമ്മ പറയണത് ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദ ലോർഡ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ തന്നെ പറയണത് ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദ ലോർഡ്, ബി ടു ഡൺ ടു മീ അക്കോർഡിംഗ് ടു ദൈ വേർഡ്. അതായത് എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ വചനം നിറവേറട്ടെന്നാണ്. അത് ഉടമ്പടിയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു പരിശുദ്ധാത്മാവ് നിരമേൽ വരുമെന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അകത്തുള്ളത് എന്താണ്? വാഗ്ദാനം. അമ്മ എന്താ കൊടുത്തിരിക്കുന്നത്? അമ്മ നിബന്ധനയായിട്ട് ആ വാഗ്ദാനത്തെ അഡ്ഹിയർ ചെയ്യാൻ. അപ്പം അത് ഉടമ്പടിയാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ ബേസിലാണ് കനായിൽ കല്യാണത്തിൽ എനിക്ക് നിനക്ക് എൻ്റെ സമയവും സമാധാനമായിട്ട് ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മ ഈ ഉടമ്പടി ആ വിഷയം ഉടമ്പടിയുടെ സബ്ജക്റ്റിനെ പരിധി കൊണ്ടുവരും. എന്താണ്? അവൻ പറയണ പോലെ ചെയ്യാൻ പറയും. അവൻ പറയണ പോലെ ചെയ്തുകൊള്ളാവുന്നതാണല്ല പരിശുദ്ധയുടെ മാധ്യസ്ഥത നമ്മൾ ഈശോൻ്റെ അടുത്ത് കൃപാസനത്തിൽ ഉടമ്പടി ചെയ്യണത്. അപ്പം
അപ്പോഴെന്ത് പറ്റും? അത് ഇൻഷുർഡാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. ഉടമ്പടി എടുത്തിട്ടുള്ളവർ പരമാവധി വിശ്വസ്തയോട് ജീവിച്ചുകൊണ്ട് അതിനകത്ത് അവരുടെ ദൈവതിരുസന്നിധിയിൽ അവർ വലിയൊരു ജീവിത രീതിയാണ് ഫോളോ ചെയ്യണത്. കഴിഞ്ഞ ദിവസങ്ങളിലെ സുബ്രാണിയുടെ സാക്ഷ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാക്ഷ്യമാണ്. സുബ്രാണിക്ക് 7 വർഷമായിട്ട് മക്കളില്ല. അവൾ ഹാമിൽട്ടണിൽ കാനഡയിൽ സെറ്റിൽഡാണ്. പക്ഷെ അവിടുത്തെ എല്ലാ സയൻറ്റിഫിക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് മക്കളില്ല. പക്ഷെ സുബ്രാണിയുടെ ദൈവസ്നേഹം ഭയങ്കരമാണ്. എന്നെ പറയണമെന്ന് പറയും. അവൾ ഭർത്താവ് പറയണേ, നാട്ടിൽ പോകും, നമ്മൾ ഉടമ്പടി എടുക്കും. പക്ഷേ ഉടമ്പടി എടുത്തിട്ട് മക്കളെ കിട്ടിയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൽ കുറവ് തോന്നരുത്. കാര്യം എന്താണ്? നമ്മൾ മക്കളെ കിട്ടാൻ വേണ്ടി അല്ല ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയുടെ ജീവിതം നയിക്കാനാണെന്ന്. അയ്യോ, എന്നാ ഈ കാലത്തെ മനുഷ്യൻ്റെ ഒരു സാക്ഷരത! ഉടമ്പടി എടുത്തിരിക്കുന്നത് ഉടമ്പടിയുടെ ജീവിതം നയിക്കാനാണെന്ന്. അതൊരു സന്തോഷത്തോടെയാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് വരുന്നത്. ഉടമ്പടി ഒരു ജീവിത രീതിയാണ്. അതാത് ശരിക്കും സുവിശേഷപരമായിട്ട് വാഗ്ദാന പ്രകാരം ഇൻഷ്യൂർഡാണ്. ഉടമ്പടി എടുത്തിരിക്കുന്നവർ ഉടമ്പടി ജീവിതമായിട്ട് മാറ്റുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.